إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകം ഒരു പന്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നാടുകളിലെ കാൽപന്ത് ആവേശം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് അതിനെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു വിനോദം എന്നതിനപ്പുറം മനുഷ്യനെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു വിനാശകരമായ ലഹരിയായി ഇന്ന് ഫുട്ബോൾ മാറിയിരിക്കുകയാണ്. ഈ ഒരു കളി ഭ്രാന്തിൽ നിന്നും അതിൽ മുഴുകിപ്പോകുന്ന മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആയുസ്സും ഈ ദുനിയാവും വലിയ മത്സരങ്ങളാണ്. ഈ ദുനിയാവിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മത്സരത്തിന് വേണ്ടിയുള്ള ഒരു കളിക്കളമാണ്. ആ കളിക്കളത്തിൽ അതിന്റെ അവസാനത്തെ ഫൈനൽ വിസിൽ, മരണമാകുന്ന ആ ഫൈനൽ വിസിൽ മുഴുകുന്നതിന് മുൻപായി ഈ മത്സരത്തിൽ വിജയിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും.
സഹോദരങ്ങളെ, നമുക്കറിയാം ഫുട്ബോൾ എന്നത് അതിന് കളിക്കളമുണ്ട്, ഗ്രൗണ്ടുണ്ട്. അവിടെ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിശ്ചിത സമയമെന്നത് ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വിസിൽ മുഴങ്ങും. ആ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല എന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഭൗതികമായ ജീവിതവും. ഈ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ കളിക്കളമാണ്. വെറുതെ കളിച്ച് രസിച്ച് ഉല്ലസിച്ച് ആനന്ദിച്ച് പോകുവാനുള്ളതല്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ആരാധനകൾ, ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് പരലോകത്തേക്കുള്ള പാതയമൊരുക്കുവാൻ, പരലോകത്തേക്കുള്ള വിജയത്തിന് വേണ്ടിയുള്ള ആ ഒരു മത്സരമാണ് ഇവിടെ നമുക്ക് നടത്തേണ്ടത്. ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത് അതാണ്. ഇവിടെയും ആയുസ് എന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശ്വാസം നിൽക്കുന്ന മരണമെന്ന വിസിൽ മുഴങ്ങുന്നതോടുകൂടി ഈ ദുനിയാവിലെ കളികൾ അവസാനിക്കുകയാണ്. പിന്നീട് ഒരു നിമിഷം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരല്പം പോലും നമുക്ക് സമയം നീട്ടി നൽകുകയില്ല. ഒരു അമൽ ചെയ്യാനുള്ള ആ അമൽ ചെയ്യാൻ പിന്നീട് നമുക്ക് അവസരങ്ങളില്ല. സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുവാൻ പിന്നീട് നമുക്കൊരു നിമിഷം പോലും അല്ലാഹു നൽകുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എല്ലാവരും ആ മത്സര രംഗത്ത് സദഖകളായി, നമസ്കാരങ്ങളായി, ദാനധർമ്മങ്ങളായി, സൽക്കർമ്മങ്ങളായി ചെയ്യുമ്പോൾ ഒരാൾ 100 കൊടുക്കുമ്പോൾ അവിടെ 200 കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി അവിടെ മസ്ജിദ് നബവി കെട്ടിപ്പടുക്കുന്ന ആ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവർ മത്സരിക്കുകയായിരുന്നു. മണ്ണും കല്ലും ചുമന്ന് ഓരോ സഹാബിമാരും ഓരോ കല്ലുകൾ വീതം എടുക്കുമ്പോൾ മഹാനായ സഹാബി അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈമാനിന്റെ ആവേശം ഉൾക്കൊണ്ട്, ആ ഈമാനികമായ ആവേശം കാരണം അദ്ദേഹം ഈ രണ്ട് കല്ലുകളാണ് അദ്ദേഹം ചുമന്നു പോകുന്നത്. ആ ഈ 2 കല്ലുകൾ ചുമന്നു പോകുന്ന സമയത്ത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കുന്നാ നഹ്മിലു ലബിനതൻ വഅമ്മാർ യഹ്മിലു ലബിനതൈനി فراه النبي صلى الله عليه وسلم فجعل ينفض التراب عن رأسه ويقول, ഞങ്ങൾ ഓരോ കട്ടകൾ, ഓരോ കല്ലുകൾ വീതം ഞങ്ങൾ ചുമക്കുന്ന നേരം അമ്മാർ റളിയല്ലാഹു അൻഹു ഈ 2 വീതം കല്ലുകളാണ് അദ്ദേഹം ചുമന്നു പോകുന്നത്. അത് കാണേണ്ട താമസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി, യാ അമ്മാർ അലാ തഹ്മിലു ലബിനതൻ കമാ യഹ്മിലു അസ്ഹാബു. അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹേ അമ്മാർ, നിന്റെ കൂട്ടുകാരായ സഹാബികൾ ചുമക്കുന്നത് പോലെ നിനക്കും ഓരോ കട്ടകൾ ചുമന്നുകൂടെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. ആ സമയത്ത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഖാല ഇന്നി ഉരീദുൽ അജ്റ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, തീർച്ചയായും ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള കൂടുതൽ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, എല്ലാവരും ഓരോന്ന് ചുമക്കുമ്പോൾ, എല്ലാവരും കുറച്ചു കൊടുക്കുമ്പോൾ അവിടെ മറ്റുള്ളവരെക്കാളും കൂടുതൽ കൊടുക്കുവാനും മറ്റുള്ളവരെക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും സഹാബികൾ കാണിച്ച ആ ഒരു വ്യഗ്രത നമുക്കുണ്ടാകണം. എല്ലാവരും 100 കൊടുക്കുമ്പോൾ 200 കൊടുക്കുവാൻ നമുക്ക് കഴിയണം എന്ന ആവേശമാണ് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളേണ്ടത്. ഈ ജീവിതം സഹോദരങ്ങളെ നിസ്സാരമായി നാം കാണേണ്ടതല്ല.
ഈ നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന നമ്മുടെ സമ്പത്തെല്ലാം നാം ഇവിടെ വിട്ടേച്ചു പോകേണ്ടവരാണ്. പരലോകത്തേക്ക് ഈ സമ്പത്തിനെ കുറിച്ച് കടുത്ത ചോദ്യങ്ങളുണ്ടാകും. അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം അത്രമേൽ വിശാലമാണ് എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ആ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ മാത്രമാണ് ദീനിന്റെ വഴിയിൽ ഈ ആവേശവും വിശാലതയും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും എല്ലാം പണക്കാർ നോക്കിക്കൊള്ളുമെന്നുള്ള വിചാരിക്കുന്ന ആളുകൾ പള്ളി ഉണ്ടാക്കാൻ, മദ്രസകൾ ഉണ്ടാക്കാൻ, അതുപോലെ ഇൽമിയായ സ്ഥാപനങ്ങൾക്ക് സ്വതക്കകൾ നൽകാൻ, അതിലൊക്കെ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് അത് പണക്കാർ നോക്കിക്കൊള്ളും, അത് പണമുള്ള ആളുകൾ, സമ്പത്തുള്ളവർ നോക്കിക്കൊള്ളും, എല്ലാം മറ്റുള്ളവർ നോക്കിക്കൊള്ളുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് പണക്കാർ അതിന്റെ കാര്യം ചെയ്തു കൊള്ളുമെന്ന് വിചാരിച്ച് നന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ സഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. നന്മകളിൽ അവർ പിന്നിലായി പോകുമോ എന്ന ആ ഒരു ഭയത്താൽ അവർ പ്രവാചകന്റെ അടുക്കൽ പരാതികളുമായി വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന ഫുഖറാഅൽ മുഹാജിരീന അതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലു, ദരിദ്രരായ മുഹാജിറുകളായ സ്വഹാബികൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പരാതി പറയുകയാണ്. ദഹബ അഹ്ലു ദുസൂരി ബിദറജാതിൽ ഊല. അല്ലാഹുവിന്റെ റസൂലേ, സമ്പന്നരായ ആളുകൾ അവർ ഉന്നതമായ പദവികൾ, ശാശ്വതമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഖാല വമാദാ, എന്താണത്? അവരെന്താണ്? ആ സമ്പന്നരായ ആളുകൾ ഉന്നതമായ പദവികൾ കൊണ്ട്, ശാശ്വതമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോ, യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമു വയതസദ്ദഖൂന വലാ നതസദ്ദഖു വനഅതിഖൂന വലാ നുഅതിഖു. അപ്പോൾ മുഹാജിറുകളായ പാവപ്പെട്ട സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നു, എന്നാൽ അവർ ദാനധർമ്മം ചെയ്യുന്നു, ഞങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ അടുക്കൽ സമ്പത്തില്ല, ഞങ്ങൾക്ക് ദാനധർമ്മം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അവർ ഞങ്ങളെക്കാളും മുൻപന്തിയിലാണ്, അവർ അതുപോലെ അടിമകളെ മോചിപ്പിക്കുന്നു, ഞങ്ങൾക്ക് അതിനും സാധിക്കുന്നില്ല. അടിമകളെ മോചിപ്പിക്കണമെങ്കിൽ വലിയ വലിയ സമ്പത്തിന്റെ ഉടമകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നന്മയിൽ പിന്നിലായി പോകുമോ എന്ന സങ്കടമാണ് പ്രവാചകരെ ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ ബോധിപ്പിക്കുന്നത്, പങ്കുവെക്കുന്നത് എന്ന് അവർ പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആശ്വാസമായി അവർക്കൊരു വഴി പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അഫലാ ഉഅല്ലിമുകും ശൈഅൻ യുദ്കിറൂന ബിഹി മിൻ സബഖകും വയസ്ബിഖൂന ബിഹി മൻ ബഅദകും. നിങ്ങൾക്ക് മുമ്പേ പോയവരെ എത്തിപ്പിടിക്കുവാനും നിങ്ങളുടെ ശേഷമുള്ളവരെക്കാൾ നിങ്ങൾക്ക് മുൻപിലെത്തുവാനും പറ്റിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ, നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്. ആ സമയം അവർ പറഞ്ഞു, ഖാലു ബലാ, അതേ റസൂലേ, അങ്ങനെയുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന ദുബുറ കുല്ലി സ്വലാത്തിൻ
33 മറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എല്ലാ നമസ്കാര ശേഷവും നിങ്ങൾ 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ ചൊല്ലുക എന്ന് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, നമസ്കാരം കഴിഞ്ഞ് ദിക്ർ പോലും ചെല്ലാതെ വേഗം എഴുന്നേറ്റ് പോകുന്ന ആളുകൾ നമുക്കിടയിലില്ലേ? നമുക്ക് നന്മകളിൽ മുന്നേറാൻ ഇങ്ങനെ ഒരു സാവകാശമുണ്ടായിട്ടുണ്ടോ? നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകൾ, നമസ്കാര ശേഷം ചൊല്ലേണ്ടുന്ന ദിക്റുകൾ, അത് ആ അവസരം പാഴാക്കി പോകുന്ന ആളുകളാണ് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ളത്. പിന്നീട് ഈ ദിക്റിന്റെ വിവരം അറിഞ്ഞ സമ്പന്നരായ സഹാബികളും ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദരിദ്രരായ സഹാബികൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അപ്പോൾ അവർ പ്രവാചകനോട് പറഞ്ഞു, അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന അനുഗ്രഹമാണ് എന്നാണ്. അതായത് നന്മ ചെയ്യാനുള്ള ആ മത്സര ബുദ്ധിയാണ് സ്വഹാബത്തുണ്ടായിരുന്നത്. സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് ആ സ്വതക്ക നൽകുന്ന അടിമകളെ മോചിപ്പിക്കുന്ന ആളുകളെന്നാണ് വിചാരിച്ച് അവർക്കൊരു പക്ഷേ ദിക്റുകൾ ചെല്ലാൻ, അതുപോലെ തസ്ബീഹ് ചെല്ലാൻ, നമസ്കാര ശേഷമുള്ള ഈ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റുകൾ ചെല്ലാൻ ഒരു പക്ഷെ അവർക്ക് തൗഫീഖ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് പാവപ്പെട്ടവരെ, നിങ്ങൾക്ക് അവരെക്കാളും മുമ്പിലെത്താൻ ഈ ദിക്ർ ധാരാളമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ആധുനിക കാലത്തെ പ്രമുഖ സലഫി പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞതായി കാണാം. ഫുട്ബോൾ കളിയെ കുറിച്ച് നൽകിയ കൃത്യമായ വിധി നമുക്ക് കാണാൻ സാധിക്കും. ഖുറത്തുൽ ഖദമി ഇദാ കാനതി ലിശഅലിൽ വഖ്തി. ഫുട്ബോൾ കളി കേവലം സമയം ചെലവഴിക്കാനോ ശാരീരികമായ ഉപകാരത്തിനോ ആണെങ്കിൽ, ഔ ലി മസ്ലഹത്തിൻ ബദനിയത്തിൻ, അങ്ങനെയാണ് എങ്കിൽ അതിൽ ഫലാ ബഅസ ബിഹാ, അതിൽ യാതൊരു തെറ്റുമില്ല. അമ്മാ ഇദാ കാനത് തസുദ്ദു അൻ ദിക്രില്ലാഹി വഅനി സ്വലാത്തി ഔ യതറദ്ദബു അലൈഹാ ശഹ്നാഹു വഅദാവത്തുൻ ഔ ലിൽ അംബാലി വഇന്നഹാ തഹറും. പണ്ഡിതന്മാർ പറഞ്ഞത്, എന്നാൽ അത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, നമസ്കാരങ്ങളിൽ നിന്ന് അവനെ തടയുകയാണ് എങ്കിൽ, അതുപോലെ ആ ആവേശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പരസ്പര ശത്രുതക്കും വിദ്വേഷത്തിനും അത് കാരണമാകുകയാണ് എങ്കിൽ, സാമ്പത്തികമായ ദൂർത്തിന് അത് വഴിവെക്കുകയാണ് എങ്കിൽ അത് ഹറാമായി മാറുമെന്നതാണ്, വിലക്കപ്പെട്ടതാണ് എന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ എത്രയോ ആളുകളാണ് അനാവശ്യമായി സമ്പത്ത് ചെലവഴിക്കുന്നത്. കൊടിത്തോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും വെക്കാൻ ഇന്ന് മത്സരങ്ങളാണ്. ഒരാൾ വെച്ചതിനേക്കാളും ഇരട്ടി വലുപ്പമുള്ള 1000, 2000, 4000 വരെയുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള ഫ്ലക്സ് ബോർഡുകൾ വെക്കാൻ മത്സരങ്ങൾ. ലക്ഷങ്ങളാണ് ഓരോ ഫ്ലക്സ് ബോർഡിനും ഇന്ന് നമ്മുടെ സമൂഹം ചെലവഴിക്കപ്പെടുന്നത്. അത്തരം ധൂർത്തുകൾ ഹറാമായി പോകുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. കളി എന്നത് അനുവദിക്കപ്പെട്ടതാണ്. ശാരീരികമായ ക്ഷമതക്കും അതുപോലെ ആനന്ദത്തിനുമെല്ലാം അത് നല്ലതാണ്, അതാരും വിലക്കിയിട്ടില്ല. പക്ഷേ നമസ്കാരം ഒഴിവാക്കി ആരാധനകൾക്ക് വാദിക്കുന്ന രീതിയിൽ ആരാധനകൾ നിർവഹിക്കാതെ ഇത്തരം വിനോദങ്ങളിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അത് ഹറാമായി തീരുമെന്നാണ്. പലരും അലാറം വെച്ച് രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് ഈ 1.5 മണിക്കൂർ 2 മണിക്കൂറും കളി കാണുന്ന ആളുകൾ, സുബ്ഹി നമസ്കാരത്തിന് ജമാഅത്തിന് അലാറം വെക്കാത്തവർ, രാത്രി നമസ്കാരത്തിന് അലാറം വെച്ച് നിൽക്കാത്ത ആളുകൾ, ദുനിയാവിന്റെ കേവലം ആസ്വാദനങ്ങൾക്ക് വേണ്ടി അലാറം വെച്ച് എഴുന്നേൽക്കുമ്പോൾ നാളെ റബ്ബിന്റെ കോടതിയിൽ കൃത്യമായ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി
കൃത്യമായി പരീക്ഷിക്കുകയാണ്. സുബ്ഹിക്ക് വരാത്ത ആളുകൾ രാത്രികാലങ്ങളിലുള്ള 3 മണിക്കും 4 മണിക്കുമുള്ള കളികൾ കാണാൻ എഴുന്നേൽക്കുമ്പോൾ എന്തുകൊണ്ട് സുബ്ഹിക്ക് വരുന്നില്ല എന്നത് റബ്ബിന്റെ കൃത്യമായ പരീക്ഷണമാണ് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സമയം കൃത്യമായി വിനിയോഗിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനിൽ അസീം വനഫഅനി വഇയ്യാകും ബിമാ ഫീഹി മിൻ ആയാതി വദ്ദിക്രിൽ ഹകീം. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അസീം ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരലോക വിചാരണയുടെ കാഠിന്യത്തെക്കുറിച്ചും അവിടെ ലഭിക്കുന്ന വൻ വിജയങ്ങളെക്കുറിച്ചും നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം. നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒട്ടും തന്നെ അമാന്തമില്ലാതെ വൈകിക്കാതെ അത് പിടിച്ചെടുക്കുവാനുള്ള ആ ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കണം. ഒരൽപ്പം അശ്രദ്ധ കാണിച്ചാൽ ആ അവസരം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമെന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. അവസരം നഷ്ടപ്പെട്ടു പോയ ഒരു ചരിത്രം നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്ന ഹദീസിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70000 ബിഗൈരി ഹിസാബ്. എന്റെ സമുദായത്തിൽ, എന്റെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾ അവർ യാതൊരു വിചാരണയും കൂടാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻഹും യാ റസൂലല്ലാഹ്. സഹാബികൾ ചോദിക്കുകയാണ്, ആരാണ് റസൂലേ? ആ ഭാഗ്യവാന്മാർ ആരാണ്? ഖാല ഹുമുൽ ലദീന ലാ യഖ്തഊന വലാ യസ്തർഖൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവര് അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യാത്തവരാണ്, അതുപോലെ മന്ത്രം നടത്താൻ ആവശ്യപ്പെടാത്തവരാണ്. അവരുടെ രക്ഷിതാവിങ്കൽ പൂർണ്ണമായും വരമേൽപ്പിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. തവക്കുലുള്ള ആളുകൾ, അങ്ങനെയുള്ള 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന ഇത് കേട്ട ഉടനെ തന്നെ ഒട്ടും സമയം കളയാതെ മഹാനായ ഉഖാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്. ഫഖാമ ഉഖാശ ഫഖാല യദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും. അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരായ 70,000 ആളുകൾ, അവരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് പ്രാർത്ഥിച്ചാലും. അത് കേട്ട പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽപ്പെട്ടവനാണ്, നീ ആ ഭാഗ്യം ലഭിച്ചവനാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഇത് കണ്ട മറ്റൊരു സഹാബിക്കും അങ്ങനെ ആഗ്രഹം തോന്നി. അദ്ദേഹം എഴുന്നേറ്റ് തൊട്ട് പിന്നാലെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെയും അവരെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അങ്ങ് പ്രാർത്ഥിച്ചാലും. പ്രവാചകൻ പറഞ്ഞു,
قال سبق بها ഉക്കാശനിന്നേക്കാളും മുൻപ് ആ അവസരം സ്വന്തമാക്കി കഴിഞ്ഞു. അപ്പോഴേക്കും ആ അവസരം നഷ്ടപ്പെട്ടു പോയി എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യത്തിൽ ഒരു നിമിഷത്തെ താമസം പോലും വലിയ നഷ്ടമാണ് വരുത്തി വെക്കുക എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ഒരു മത്സരം കാണാം. സഹാബികൾ നന്മയുടെ കാര്യത്തിൽ അങ്ങനെയാണ്, പരസ്പരം അവർ മത്സരിക്കുകയായിരുന്നു. അങ്ങനെ മത്സരിച്ചത് ദുനിയാവിന്റെ കളിക്കളത്തിലായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നതിലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ നതസദ്ദഖ ഫവാഖ ദാലിക മാലൻ ഇൻദി ഫഖുൽതു. ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്യാൻ കൽപ്പിച്ചു. യുദ്ധത്തിലേക്ക് സമ്പത്ത്, യുദ്ധസമയത്ത് അതിനാവശ്യമായ കാര്യങ്ങൾ ഒരുക്കി വെക്കാൻ സാമ്പത്തികമായി ശേഷി വേണം, അതിനുള്ള സ്വതക്ക നൽകാൻ ഞങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച സമയം, അപ്പോൾ എന്റെ അടുക്കൽ കുറച്ച് സമ്പത്തുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാളും മുന്നിലെത്തണമെന്ന്. പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് സഹാബികളിൽ എല്ലാ കാര്യങ്ങളും ആദ്യം ചെയ്യുന്നവർ. എല്ലാവരെക്കാളും എല്ലാ നന്മകളിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. എന്നാൽ ഇന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്തണം എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി എന്റെ കയ്യിലുള്ളതിന്റെ പകുതി ഞാൻ ദാനം ചെയ്തു. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇതിന് തുല്യമായ പകുതി ബാക്കി വെച്ചിട്ടാണ് പ്രവാചകൻ വന്നത്. ആ സമയത്താണ് സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്തിലുള്ള മുഴുവനും പ്രവാചകന് വേണ്ടി, ദീനിന് വേണ്ടി സ്വതക്ക നൽകുകയാണ്. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂബക്കർ, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോ, ഞാൻ അവർക്കായി ബാക്കി വെച്ചത് അല്ലാഹുവിനെയും റസൂലിനെയുമാണ് ഞാൻ ബാക്കി വെച്ചത് എന്നാണ്. ഇത് കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പരാജയപ്പെടുത്തണമെന്ന് വിചാരിച്ചു വന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി ഒരു കാര്യത്തിലും ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മത്സരിക്കാനില്ല. എനിക്ക് അദ്ദേഹത്തെ ദീനിന്റെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വന്തം സമ്പത്ത് മുഴുവൻ നൽകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിച്ച ആ ആവേശം നമ്മുടെ ജീവിതത്തിൽ എവിടെ? തന്റെ സമ്പത്തിന്റെ പകുതി, ആ സമ്പത്തിന്റെ പകുതി നൽകി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മത്സരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ച ആ ആവേശം നമ്മുടെ ജീവിതത്തിൽ എവിടെ? ഇന്ന് വിദേശ കളിക്കാർക്ക് വേണ്ടി ഡ്രസ്സ് കൊടുക്കാനും, അങ്ങാടികളിൽ കോലാഹലങ്ങൾ നടത്തുവാനും, ലക്ഷങ്ങൾ പൊടിപൊടിക്കുവാനും യുവാക്കൾ തയ്യാറാവുകയാണ്. അത്തരം ആളുകൾ ഈ ചരിത്രങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കളിക്കളത്തിലെ താൽക്കാലിക വിജയമല്ല യഥാർത്ഥ വിജയമെന്നത് നാം മനസ്സിലാക്കണം. നമുക്ക് കപ്പടിക്കണം, നമ്മൾ കപ്പ് നേടണം. ആ കപ്പ് ദുനിയാവിലെ കപ്പല്ല, നാളെ പരലോകത്ത് ആഖിറത്ത് സ്വർഗമെന്ന ആ വലിയ വിശാലമായി കിടക്കുന്ന ആനന്ദങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ, എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ആ പരലോകത്തെ കപ്പാണ് നമ്മൾ നേടേണ്ടത്.
അതുകൊണ്ട് സഹോദരങ്ങളെ, താൽക്കാലിക വിജയമല്ല യാഥാർത്ഥ്യ വിജയമെന്നത് നമ്മൾ മനസ്സിലാക്കണം. മരണമെന്ന ആ ഫൈനൽ വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് യാഥാർത്ഥ്യ വിജയത്തിന്റെ ആ വിജയത്തിന് വേണ്ട നമസ്കാരത്തിലേക്കും പള്ളികളിലേക്കും നമ്മൾ വരേണ്ടതുണ്ട്. നന്മകളിൽ മുൻപന്തിയിലെത്താൻ നമ്മൾ മത്സരിക്കേണ്ടതുണ്ട്. പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിൻ വിളിക്കുന്ന ബാങ്കുകൾക്ക് മറുപടി നൽകാൻ ഹയ്യാല സ്വലാത്ത്, ഹയ്യാല ഫലാഹ്, നമസ്കാരങ്ങളിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുകയെന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോൾ നമ്മുടെ കർണപുടങ്ങളിലേക്ക് ആ വിളിയാളെത്തുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ്? അങ്ങാടികളിൽ, ദുനിയാവിന്റെ വർത്തമാനങ്ങളിൽ, സ്ക്രീനിന്റെ മുന്നിൽ, ഉറക്കത്തിന്റെ വേളകളിൽ, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാളും ഉത്തമം നമസ്കാരമാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ രാത്രി 2 മണിക്കും 3 മണിക്കും കളികൾ കണ്ട് ഉറക്കത്തിലേക്ക് വീണ് സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം എഴുന്നേറ്റ് പോകുന്ന യുവാക്കളെ, സഹോദരങ്ങളെ, നമ്മളെവിടെ? ഉമർ റളിയല്ലാഹു അൻഹു എവിടെ? നമ്മളെവിടെ? കാശാലിയാണ് എവിടെ? നമ്മളെവിടെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു എവിടെ? നമ്മളെവിടെ നിൽക്കുന്നു? സ്വർഗ്ഗത്തിന് വേണ്ടി മത്സരിച്ച സഹാബാ കിറാം എവിടെ നിൽക്കുന്നു? ആലോചിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് നന്മയിൽ മുൻപന്തിയിലെത്താൻ പരസ്പരം മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ യുവത്വവുമെല്ലാം ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. താൽക്കാലികമായ ആസ്വാദനങ്ങൾക്ക് പിന്നാലെ പോകുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കടങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. സഹോദരങ്ങളെ, ഒരു സഹോദരൻ അദ്ദേഹത്തിന് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് കാരണം ഐസിയുവിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഫയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ഐസിയുവിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിനും അവർക്കും അവരനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾക്കെല്ലാം അല്ലാഹു എത്രയും പെട്ടെന്ന് സഹോദരന് ശിഫ നൽകി അനുഗ്രഹിക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أصلح شبابنا واهدهم إلى صراطك المستقيم. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا وارزقنا حسن الخاتمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. فاذكروا الله العظيم يذكركم واشكروه على نعمه يزيدكم ولذكر الله الأكبر والله يعلم ما تصنعون. أقم الصلاة.